മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവസ്ഥ. ഷാഫി പറമ്പിലിൻ്റെ ഉറ്റതോഴനാണ്. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. പാലക്കാട് നിന്നും അഭിമാനകരമായ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടി. പക്ഷെ അതിനുശേഷം അണികളെ ഇളക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഗിമിക്കുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ പ്രകടനം ഓവറായപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഹുലിനെ വിലക്കി. കൂടുതൽ ഷോ കാണിക്കരുത്, പട്ടി ഷോ കാണിക്കരുത് എന്ന് പറഞ്ഞ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വളർന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ യുവതലമുറയിൽ പ്രമുഖൻ. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും അടുത്തിടെയായി അദ്ദേഹം നിരന്തരം മണ്ടത്തരങ്ങൾ പറയുന്നു. നിപ്പയുടെയും കോവിഡിൻ്റെയും കണക്കുകളെക്കുറിച്ച് രാഹുൽ പറഞ്ഞതെല്ലാം മണ്ടത്തരമായി മാറി. ഈ സാഹചര്യത്തിൽ രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം രാഹുൽ ഓവർ സ്മാർട്ട് ആകുന്നു എന്ന ഒരു സൂചന സതീശനുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കടുക്കുന്നതിനിടയിൽ രാഹുലിനെ വി.ഡി. സതീശൻ പരസ്യമായി ശാസിച്ചതൊക്കെ വലിയ വാർത്തയായി മാറി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പല എം.പിമാർക്കും തിരികെ നിയമസഭയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരമൊരു ആഗ്രഹം ഷാഫി പറമ്പിലിനുമുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകര പോയി നിന്ന് ശൈലജ ടീച്ചറെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയത് പാർട്ടിയോടുള്ള കൂറുകൊണ്ടായിരുന്നു. ഒരിക്കലും മനസ്സുകൊണ്ട് ഷാഫി അത് ആഗ്രഹിച്ചിരുന്നില്ല ലോക്സഭയിൽ നിൽക്കാൻ. പക്ഷേ ഇക്കുറി UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. നിലമ്പൂരിലെ വിജയമൊക്കെ അതിനവർക്ക് ഊർജം നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയവും ഊർജം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് മടങ്ങിയെത്തും. വി.ഡി. സതീശന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടും കൂടാ. ഒരു പ്രാവശ്യം കൂടി പാലക്കാട് നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയില്ല. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയി മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിയാകും എന്നത് 100% ഉറപ്പാണ്. കാരണം KC വേണുഗോപാലുമായും ഹൈക്കമാൻഡുമായും ഒക്കെ അസാധ്യമായ ബന്ധം പുലർത്തുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം എം പി സ്ഥാനം ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷാഫി പറമ്പിലുമായി അടുപ്പമുള്ളവർ അത് പൊളിറ്റിക്സ് കേരളയോട് സൂചിപ്പിക്കുകയും ചെയ്തു. പാലക്കാട് ഷാഫി പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടെ CPM വളരെ ദുർബലമാണ്. BJP ആണ് ശക്തി കേന്ദ്രം. BJP ജനസംഘം തുടങ്ങിയ കാലത്ത് തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വലിയ ശക്തി തന്നെയാണ്. ആ ശക്തി അവർ ഓരോ ഇലക്ഷൻ കഴിയുന്തോറും കൂട്ടി കൊണ്ടുവരുന്നു എന്ന് മാത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിനെ രംഗത്തിറക്കിയിട്ടും ഇടതുപക്ഷത്തിന് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അത്ര ഒരു ഗതികേടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അനുഭവിക്കുന്നത്. എന്തായാലും CPMന് അവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കാരണം അവർ നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത്. ഡോക്ടർ സരിൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഡോക്ടർ സരിൻ നല്ല പ്രവർത്തനവും കാഴ്ചവെച്ചു. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ പ്രധാനമായ മത്സരം വരുന്നത് BJPയും UDFും തമ്മിലാണ്. NDAയും UDFും തമ്മിലാണ്. ഷാഫി പറമ്പിലായതുകൊണ്ടാണ് മുമ്പ് മെട്രോമാൻ E. ശ്രീധരൻ പാലക്കാട് പരാജയപ്പെട്ടത്. ഇത്തവണ ഷാഫി പറമ്പിൽ MP ആയി പോയപ്പോൾ തൻ്റെ വിശ്വസ്തനെ പാലക്കാട് ജില്ല ഏൽപ്പിക്കുകയായിരുന്നു. മാങ്കൂട്ടത്തിൽ ആ വിശ്വാസം ഏറ്റെടുക്കുകയും ആ വിശ്വാസം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ മാങ്കൂട്ടത്തിന് ഇനി നിരാശയാവും ഫലം. രാഷ്ട്രീയത്തിൽ ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. ഒരു നാൾ മിത്രങ്ങളായി നിന്നവർ മറുനാൾ ശത്രുക്കളായി മാറും. ഷാഫി പറമ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ അദ്ദേഹം മന്ത്രിയാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഷാഫി പറമ്പിലിനെ മാറ്റി മറ്റൊരു പേര് നിശ്ചയിക്കാൻ പോലും UDFന് കഴിയില്ല. കാരണം അത്രയ്ക്ക് ജനസ്വാധീനമുണ്ട്, യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ട് ഷാഫി പറമ്പിലിന്. വടകരയിൽ നിന്ന് അദ്ദേഹം നേടിയ വിജയം തന്നെ ശ്രദ്ധേയമാണ്. KK ശൈലജ ടീച്ചറെയാണ് തോൽപ്പിച്ചു വിട്ടത്.
കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മെട്രോമാൻ ശ്രീധരനെയാണ് തോൽപ്പിച്ചത്. അദ്ദേഹം പാർട്ടി പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന നേതാവാണ്. പാർട്ടിക്കെതിരെ ഒരു വിവാദത്തിനോ ഒന്നും അദ്ദേഹം പോകാറില്ല. പാർട്ടി പറഞ്ഞു വടകരയിൽ പോയി നിൽക്കാൻ, അദ്ദേഹം വടകരയിൽ പോയി നിന്നു, ജയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി. ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ അതിനെ എതിർത്തു. ആ എതിർപ്പൊന്നും കാര്യമാക്കിയില്ല നമ്മുടെ ഷാഫി പറമ്പിൽ. ചാണ്ടി ഉമ്മൻ ഒരിടത്തിരുന്ന് എതിർത്തുകൊണ്ടിരുന്നു. പലരും എതിർത്തു. ശബരിനാഥ് അടക്കമുള്ളവർ എതിർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലമല്ല പാലക്കാട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുകാരനല്ല, പാലക്കാടുകാരനായ ഒരു കോൺഗ്രസ്സുകാരനെ നിർത്തണം എന്നൊക്കെ ചാണ്ടി ഉമ്മൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുകയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. കൃഷ്ണകുമാറാണ് 2ാം സ്ഥാനത്ത് എത്തിയത്, BJPയുടെ നേതാവ്. അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിലുള്ള വ്യക്തിയുമായിരുന്നു. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൻ്റെ പാലക്കാടിൻ്റെ താക്കോൽ ഏൽപ്പിച്ചത് വളരെ വിദഗ്ധമായിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോൾ ഈ താക്കോൽ തിരിച്ചു തരണം. അതൊരു അന്തർധാരയാണ്. ഇവർ തമ്മിലുള്ള ഒരു പരസ്പര അന്തർധാരയാണ്. ഈ സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ മത്സരിക്കും എന്ന ചോദ്യവും വരുന്നു. പത്തനംതിട്ട ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കണ്ണുണ്ട്. പക്ഷെ അവിടെ അച്ചു ഉമ്മനാണ് സ്ഥാനാർത്ഥി. അച്ചു ഉമ്മൻ മത്സരിക്കാതിരുന്നാൽ എബിൻ വർഗിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് അവിടെ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും പത്തനംതിട്ട ആറന്മുളയിൽ അച്ചു ഉമ്മൻ മത്സരിക്കും എന്നതിനെ പറ്റിയുള്ള ഏകദേശ ധാരണ വന്നു കഴിഞ്ഞു. അച്ചു ഉമ്മനും രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെങ്കിലും അച്ചു ഉമ്മൻ നിന്ന് കഴിഞ്ഞാൽ ആറന്മുള പിടിച്ചെടുക്കാനാകും. 2 പ്രാവശ്യം കൈവിട്ടു പോയ ആറന്മുള പിടിച്ചെടുക്കാനാകുമെന്ന വിശ്വാസം UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു സുരക്ഷിത മണ്ഡലം ഇനി കിട്ടിയെന്ന് വരില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷിത മണ്ഡലമായിരുന്നു. കാരണം അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത്, CPM ദുർബലമാണ്. BJP ജയിക്കും എന്ന ഘട്ടം വന്നാൽ CPM വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിയും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ രാഹുൽ എത്തിയാൽ ഇത്രയും സാധ്യതകൾ കിട്ടില്ല. എന്തായാലും ഷാഫി പറമ്പിൽ MP സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ MP സ്ഥാനം ഉപേക്ഷിച്ച് കേരളത്തിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഷാഫി പറമ്പിലിന് മന്ത്രിയാകണം. അതിന് പറ്റിയ മണ്ഡലം അദ്ദേഹത്തിൻ്റെ പാലക്കാട് തന്നെ. മെട്രോമാൻ ശ്രീധരനെ അദ്ദേഹം മുട്ടുകുത്തിച്ച പാലക്കാട്, അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കും. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചീട്ട് കീറുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷിത മണ്ഡലം കിട്ടാൻ പാടാണ്. പാലക്കാടായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. മറ്റേതെങ്കിലും മണ്ഡലമായിരുന്നെങ്കിൽ LDF-ന്റെ കുത്തക മണ്ഡലങ്ങളിൽ വല്ലതുമായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ വിജയമൊന്നും നേടില്ലായിരുന്നു. എന്തായാലും യുദ്ധം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. അതിലെ ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ മടങ്ങിയെത്തുമ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. കാരണം അദ്ദേഹം അത്രയേറെ ജനകീയനായി കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്